ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് വീടിനു വേണ്ടി. ലൈഫ് മിഷൻ പുനർഗേഹം പദ്ധതികൾ മികച്ചതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് വീട് അനുവദിക്കണമെന്ന ആവശ്യവുമായി നിരവധി പേർ നവകേരള സദസ്സിലെത്തിയത്. ചികിത്സാ സഹായം തേടിയുള്ള അപേക്ഷകളാണ് ജില്ലയിൽ 2ാം സ്ഥാനത്ത്. ഭവന പദ്ധതികളെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ 3 ദിവസം നീണ്ട നവകേരള സദസ്സിലുടനീളം ലഭിച്ച പരാതികൾ. ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ നിന്നായി 53,402 പരാതികളാണ് ആകെ ലഭിച്ചത്. പരാതികൾ തരംതിരിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ജില്ലയിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം കിടപ്പാടമാണെന്ന് വ്യക്തമായത്. വീടിനായുള്ള അപേക്ഷകളാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നതെന്ന് അപേക്ഷകൾ ക്രോഡീകരിക്കുന്ന ADMന്റെ ഓഫീസ് അറിയിച്ചു. ഇടത് സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്ന പദ്ധതികളാണ് ലൈഫ് മിഷനും മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുനർഗേഹം പദ്ധതിയും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പദ്ധതികൾ വഴി വീട് നൽകിയെന്ന് അവകാശപ്പെടുമ്പോഴും സർക്കാരിന്റെ പല പദ്ധതികളും വമ്പൻ പരാജയമാണെന്നതിന് തെളിവാണ് നവകേരള യാത്രയിലുടനീളം ലഭിച്ച പരാതികൾ. ലൈഫ് മിഷൻ പദ്ധതി പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നവകേരള യാത്രയിൽ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ കൂടുന്നത്. നവകേരള യാത്രയിൽ ഈ പരാതിയുടെ എണ്ണം വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്. എത്ര ഗുരുതരമായ അവസ്ഥയിലും വന്നിട്ട് ഈ പരാതി വാങ്ങിവെക്കുകയല്ലാതെ എന്ത് നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. തകർത്ത് പദ്ധതികളെ, ഭവന പദ്ധതികളെ തകർത്തൊരു ഗവൺമെന്റാണ്. ചികിത്സാ സഹായം തേടിയുള്ള അപേക്ഷകളാണ് എണ്ണത്തിൽ 2ാം സ്ഥാനത്ത്. സാധാരണക്കാരന് താങ്ങാനാകാത്ത തരത്തിൽ കുതിച്ചുയർന്ന ചികിത്സാ ചെലവും കാരുണ്യ പോലെയുള്ള സഹായ പദ്ധതികളുടെ നടത്തിപ്പിലെ പ്രശ്നങ്ങളും വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ക്യാൻസർ രോഗികളുടെ മരുന്നും ചികിത്സയും അവർക്കാവശ്യമായ സപ്പോർട്ടും സാമ്പത്തികമായ സപ്പോർട്ടും കൊടുത്തൊരു ഗവൺമെൻറ്റായിരുന്നു ഉമ്മൻചാണ്ടി. ഇപ്പോൾ അത് പൂർണ്ണമായി നിലച്ചു. താലോലം പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു, അത് നിലവിലില്ല. ഇപ്പോൾ കാരുണ്യ ഫാർമസികൾ എന്ന് പറഞ്ഞ് 10,000, 20,000, 30,000 രൂപ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി വിലക്ക് വാങ്ങേണ്ട മരുന്ന് 1,000 രൂപയ്ക്കും 2,000 രൂപയ്ക്കും താഴെ കാരുണ്യ ഫാർമസികൾ എന്ന് പറയുന്ന ഫാർമസികളിലൂടെ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതിലൂടെ ഇപ്പോൾ അത് അടച്ചുപൂട്ടിയതിനെ തുടങ്ങി. അപകടത്തിൽ സാരമായി പരിക്കേറ്റവരും മുതിർന്ന പൗരന്മാരുമാണ് ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയവരിലേറെയും. മത്സ്യത്തൊഴിലാളി ഭവന നിർമ്മാണ പദ്ധതിയടക്കം സംസ്ഥാന സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം വലിയ പരാജയമായിരുന്നു എന്നതിന് തെളിവാണ് തീരദേശ ജില്ലയായ ആലപ്പുഴയിലുടനീളം നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ. ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ്, ജനം.